Hi and hello everybody. Today we have a wonderful chapter to discuss. Chemical effects of electric current. See, electric current can do so many different things. പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട് ഇലക്ട്രിക് കറണ്ടിന്. അതിൽ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് കെമിക്കൽ ഇഫക്റ്റ്. അതായത് ഇലക്ട്രിക് കറണ്ടിന് ഒരു സബ്സ്റ്റൻസിൻ്റെ മുകളിൽ എന്ത് കെമിക്കൽ ചേഞ്ച് വരുത്താൻ കഴിയും. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് കറണ്ടിന് ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ കണ്ടത് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു. ഇലക്ട്രിക് കറണ്ട് ഒരു വയറിനകത്തുകൂടി അല്ലെങ്കിൽ ഒരു ഹീറ്റർ എലിമെൻറ്റിനകത്തുകൂടി കടത്തിവിടുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായി കണ്ടു. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചാണ്. ആ സബ്സ്റ്റൻസിൻ്റെ മുകളിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചാണ് നമ്മൾ ഹീറ്റിൻ്റെ രൂപത്തിൽ കാണുന്നത്. ഇതുകൂടാതെ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് ഇഫക്റ്റുകൾ ഉണ്ടാക്കാനും കഴിയും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ടിന് ഉണ്ടാക്കാൻ കഴിയുന്ന കെമിക്കൽ ചേഞ്ചുകളാണ്. വാട്ട് കെമിക്കൽ ചേഞ്ചസ് ആൻ ഇലക്ട്രിക് കറണ്ട് ക്യാൻ മേക്ക് ഓൺ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന് മുകളിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ ചേഞ്ച് ഒരു ഇലക്ട്രിക് കറണ്ടിന് ഉണ്ടാക്കാൻ കഴിയുന്നു. നമ്മൾ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കറണ്ട് ക്യാരിയിങ് സബ്സ്റ്റൻസുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. വി ക്യാൻ ഡിവൈഡ് കറണ്ട് ക്യാരിയിങ് സബ്സ്റ്റൻസസ് ഇൻറ്റു 3 കാറ്റഗറീസ്. കറണ്ട് വഹിച്ചുകൊണ്ട് പോകാൻ, കറണ്ടിനെ കടത്തിവിടാൻ കഴിയുന്ന സബ്സ്റ്റൻസുകളെ, വസ്തുക്കളെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. കറണ്ടിനെ കടത്തിവിടാനെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം we are dividing substances into 3 categories as conductors, insulators and semiconductors. So 3 കാറ്റഗറിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: conductors, insulators and semiconductors. Yes, see that 3 divisions we have. So first one, conductors. പിന്നെ insulators. And the third category is semiconductors. അപ്പോൾ ഇങ്ങനെ കറണ്ട് കടന്നു പോകാൻ അല്ലെങ്കിൽ കറണ്ടിനെ കടത്തിവിടാൻ സാധ്യതയുള്ള വസ്തുക്കളെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ ദ നെയിം ഇറ്റ് സെൽഫ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. കറണ്ടിനെ വളരെ ഭംഗിയായി, വളരെ ഫ്രീ ആയി, അനായാസേന കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ ഫ്രീ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. നമുക്ക് നോക്കിയാൽ കണ്ടക്ടേഴ്സായിട്ട് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. മെറ്റൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ്, ഏറെക്കുറെ എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. വേറൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയട്ടെ: ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ ഓൾവേസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ഓൾസോ. നന്നായി ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുക്കൾ നന്നായി ഹീറ്റിനെയും കടത്തിവിടുന്ന വസ്തുക്കളായിരിക്കും. ബിക്കോസ് അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ അതേ ബിഹേവിയറാണ് ഹീറ്റ് കറണ്ടിനും ഉള്ളത്. ഹീറ്റ് കറണ്ട് ആൻഡ് ഇലക്ട്രിക് കറണ്ട് ബിഹേവ് എലൈക്ക്, ഒരേപോലെ ബിഹേവ് ചെയ്യുന്നു ഇലക്ട്രിക് കറണ്ടും ഹീറ്റ് കറണ്ടും. അതുകൊണ്ട് തന്നെ ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ ഓൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആസ് വെൽ. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതിൽ ദ ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി, ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സിൽവറാണ്. സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവർ, വെള്ളി എന്ന് പറയുന്ന മെറ്റലാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ദെൻ കംസ് കോപ്പർ, ദെൻ കംസ് ഗോൾഡ്, പ്ലാറ്റിനം, അലൂമിനിയം, അങ്ങനെയാണ് ആ ഒരു ലൈൻ പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് കണ്ടക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിൽവറിനാണ് എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി. പക്ഷേ സിൽവർ ഒരു കോസ്റ്റ്ലി മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും സിൽവറിനെ യൂസ് ചെയ്യാൻ പറ്റുകയില്ല.
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സിൽവറിൻ്റെ അത്രയും തന്നെ വിലയില്ലാത്ത കോപ്പർ പോലുള്ള കണ്ടക്ടേഴ്സാണ് നമ്മൾ സാധാരണ വൈഡ്ലി യൂസ് ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് കോപ്പറാണ്. ഓക്കെ, വെൽ, അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ ഫ്രീ ഓർ ഈസി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. വെൽ, കമ്മിങ് ടു ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് നമുക്ക് അറിയാം, ഇൻസുലേഷൻ ടേപ്പ് എന്നൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് യു നോ ആർ poor conductors or bad conductors of electricity, what you can say as substances which do not allow the free passage of electricity through them are called insulators. ഫ്രീ ആയി ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടാൻ സാധ്യതയില്ലാത്ത കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇൻസുലേറ്റേഴ്സ് നമുക്കറിയാം, വുഡ് ഒരു ഇൻസുലേറ്ററാണ്, പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്ററാണ്, റബ്ബർ ഒരു ഇൻസുലേറ്ററാണ്, അങ്ങനെ പല നമ്മൾ പോളിമേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. PVC ഇൻസുലേറ്ററാണ്, പേപ്പർ ഒരു ഇൻസുലേറ്ററാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ പല കാറ്റഗറീസിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻസുലേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് കാണിക്കുന്നത്. അതായത് കണ്ടക്ടേഴ്സ് ഫ്രീ ആയി ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടുമ്പോൾ ഇൻസുലേറ്റേഴ്സ് ഡു നോട്ട് അലൗ ദ ഫ്രീ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് കം ടു സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയ്ക്കുള്ള സാധനം, അതാണ് ഈ സെമി എന്ന വാക്ക് വന്നത്. പകുതി സെമി കണ്ടക്ടർ, സെമി സർക്കിൾ, ഇല്ലേ? നമ്മൾ പറഞ്ഞു കേട്ടുള്ള സെമി സർക്കിളിൻ്റെ പൂർണ്ണരൂപം സർക്കിൾ എന്ന് പറയും, പകുതിയാണെങ്കിൽ സെമി എന്ന് പറയും. അപ്പോൾ പകുതി കണ്ടക്ടർ പകുതി ഇൻസുലേറ്റർ, ആ സ്വഭാവം കാണിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. നാച്ചുറലായിട്ട് നമുക്ക് 2 സെമി കണ്ടക്ടേഴ്സാണ് ഉള്ളത്. അത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ 4th ഗ്രൂപ്പിൽ വരുന്ന 2 എലിമെൻറ്റുകളാണ്. എക്സാമ്പിൾ സിലിക്കോൺ ജെർമേനിയം. ഇവ രണ്ടും സെമി കണ്ടക്ടേഴ്സിൻ്റെ കാറ്റഗറി പെടുന്ന വസ്തുക്കളാണ്. which are not purely conductors, which are not purely insulators. പൂർണ്ണമായും കണ്ടക്ടറുമല്ല, പൂർണ്ണമായും ഇൻസുലേറ്ററുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. സോ സെമി കണ്ടക്ടേഴ്സ് ആർ നോട്ട് പ്യുവർലി കണ്ടക്ടേഴ്സ്, നോട്ട് പ്യുവർലി ഇൻസുലേറ്റേഴ്സ്, ബട്ട് ദേ ഷോ എ ക്യാരക്ടർ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ലോ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻസുലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യും. എന്നാൽ ടെമ്പറേച്ചർ കൂടും തോറും അവർ കണ്ടക്ടേഴ്സിനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ അതാണ് ഇൻസുലേറ്ററിൻ്റെ സ്വഭാവവും കാണിക്കും, കണ്ടക്ടറിൻ്റെ സ്വഭാവവും കാണിക്കും. വളരെ ലോ ടെമ്പറേച്ചറിൽ നോക്കിയാൽ ഈ സിലിക്കോണും ജെർമേനിയും ഒക്കെ ഇൻസുലേറ്ററിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്തോറും അതിനകത്തുള്ള ചില ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം കുറേ ഫ്രീ ഇലക്ട്രോൺസ് റിലീസ് ആവുകയും ആ ഫ്രീ ഇലക്ട്രോൺസിന് പിന്നീട് കണ്ടക്ഷനിൽ പങ്കെടുക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നോട്ട് പ്യുവർലി ഗുഡ് കണ്ടക്ടേഴ്സ്, ബട്ട് ദേ ആർ നോട്ട് പ്യുവർലി ഇൻസുലേറ്റേഴ്സ് ഓൾസോ. കാരണം ലോ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്ററിൻ്റെ സ്വഭാവവും കാണിക്കും, ഹൈ ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും അവർ കണ്ടക്ടറിൻ്റെ സ്വഭാവവും കാണിക്കും. ഓക്കെ, വെൽ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ സാധ്യതയുള്ള വസ്തുക്കളെ 3ആയി തരംതിരിച്ചിരിക്കുന്നത്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? വെൽ, നൗ കമ്മിങ് ടു ദ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ എനിക്ക് പ്രധാനമായിട്ടും 3 ഇഫക്റ്റുകളാണ് പറയാനുള്ളത്. അതിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ഈ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലാതെ ഇലക്ട്രിക് കറണ്ടിന് വേറെ 2 എഫക്റ്റുകൾ കൂടി തരാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, ഇലക്ട്രിക് കറണ്ടിനും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു കണ്ടക്റ്റിംഗ് എലിമെൻറ്റിൽ കൂടെ അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് വയറിനകത്തുകൂടി നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് കഴിഞ്ഞാൽ ആ വയറിന് ഹീറ്റ് ആവാനുള്ള കഴിവുണ്ട്. ആ ഹീറ്റിംഗ് ഇഫക്റ്റാണ് നമ്മൾ ഹീറ്റിംഗ് കോയിൽസിൽ, നമ്മുടെ തേപ്പ് വെട്ടി
പിന്നെ ഈ ബ്രെഡ് ടോസ്റ്റർ ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ കറണ്ടിൻ്റെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. വെൽ, ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് ഇഫക്റ്റ് തരാനുള്ള കഴിവുണ്ട്. ബിക്കോസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ടാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ രണ്ടാമത്തെ ഇഫക്റ്റായി നമുക്ക് പറയാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഇഫക്റ്റാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാദ്യമായി നമുക്ക് മനസ്സിലാക്കി തന്നത് ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു ഇലക്ട്രിസിറ്റി എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസിൻ്റെ അടുത്തിരുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽ ഈ കറണ്ട് പോകുന്ന വയറിന് പാരലലായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൗതുകം ഉണർത്തി. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി, എ current carrying conductor can modify the region around it. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള റീജിയൻ മോഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്, ഒരു കറണ്ട് ക്യാരിങ് എലിമെൻറ്റിന് ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വി ഹാവ് ദ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന് കെമിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ് എന്നൊന്ന് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ദി മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്. അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സബ്സ്റ്റൻസിന് എത്രത്തോളം കറണ്ടിന് അതിനകത്തുകൂടി കടത്തിവിടാനുള്ള കഴിവുണ്ട്. സോ ദി എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഫോർ the conduction of current through it is called its conductivity. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടിയ വസ്തുക്കൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും, കണ്ടക്ടിവിറ്റി കുറഞ്ഞ വസ്തുക്കൾ പൂർ കണ്ടക്ടേഴ്സ് ആയിരിക്കും, ബാഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും, അഥവാ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. വെൽ, കണ്ടക്ടിവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ സബ്സ്റ്റൻസുകളും കണ്ടക്റ്റിംഗ് ആണോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും. വെൽ, നമ്മൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാനൊന്ന് വിട്ടുപോയി. ഇൻസുലേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ദ ബെസ്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് വാക്യൂമാണ്. വാക്യൂം ഇസ് ദ ബെസ്റ്റ് ഇൻസുലേറ്റർ. ശൂന്യത, ഒന്നുമില്ലാത്ത സാധനം, അതാണ് ബെസ്റ്റ് ഇൻസുലേറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസുകൾ 3 സ്റ്റേറ്റസിലുണ്ട്. സോളിഡ് സ്റ്റേറ്റിലുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു വാക്യൂം ബെസ്റ്റ് കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ സോളിഡ്സിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ കണ്ടായിരുന്നു. മെറ്റൽസ്, സോളിഡ് മെറ്റൽസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്നതാണ് സോളിഡ് മെറ്റൽസ്. വെൽ, ലിക്വിഡ് മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരാളുണ്ട്, മെർക്കുറി. മെർക്കുറിക്ക് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ, അഥവാ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കാനുള്ള കഴിവ് മെർക്കുറിക്കില്ല. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ മെർക്കുറി ലിക്വിഡായിട്ട് നിൽക്കുന്നു. വെൽ, മെർക്കുറിയെ നമ്മൾ കൂൾ ചെയ്ത് വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മെർക്കുറി സോളിഡ് മെർക്കുറി ആയിട്ട് മാറും. ഓക്കെ, വെൽ, കമ്മിങ് ടു ലിക്വിഡ് കണ്ടക്ടേഴ്സ്. എല്ലാ ലിക്വിഡ്സും കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നോ, നോട്ട് എ ചാൻസ്. എല്ലാ ലിക്വിഡ്സും കണ്ടക്ടേഴ്സ് അല്ല. എന്നാൽ ചില ലിക്വിഡ്സ് കണ്ടക്ടേഴ്സ് ആകും. ലിക്വിഡ്സിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അയോൺസ് ആണ് അവിടെ കണ്ടക്ഷന് കാരണക്കാരാവുന്നത്. സോളിഡ് മെറ്റൽസിൻ്റെ കാര്യത്തിൽ ഇലക്ട്രോൺസ് കണ്ടക്ടേഴ്സായി മാറുന്നു. ഇലക്ട്രോൺസ് ഇലക്ട്രിസിറ്റി വഹിച്ചുകൊണ്ട് പോകുന്നു. ഇലക്ട്രോൺസ് ആർ ദി ഇലക്ട്രിക് കറണ്ട് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. എന്നാൽ കമ്മിങ് ടു ലിക്വിഡ്സ്, ഇലക്ട്രോൺസ് അല്ല, അവിടെ അയോൺസ് എന്നാണ് പറയുന്നത് നമ്മൾ. ഇപ്പോൾ വാട്ടർ നമുക്ക് ഏറ്റവും പോപ്പുലറായ അല്ലെങ്കിൽ ഏറ്റവും പരിചിതമുള്ള ഈ പ്ലാനറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും അബുണ്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ടർ ഒരു കണ്ടക്ടർ ആണോ എന്ന് ചോദിച്ചാൽ വാട്ടർ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, നോട്ട് പ്യുവർ വാട്ടർ. പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ, ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ ഈസ് എ ബാഡ് കണ്ടക്ടർ, റാദർ എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പ്യുവർ വാട്ടർ അഥവാ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്
ബാഡ് കണ്ടക്ടർ അല്ലെങ്കിൽ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. കാരണം അതിൽ അയോൺസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ലിക്വിഡിനകത്ത് അയോൺസ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ഷന് കാരണക്കാരാവുന്നത്. പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടറിൽ അയോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വാട്ടറിനെ കണ്ടക്ടർ ആക്കാം? എന്നാൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ടാപ്പ് വാട്ടർ, കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, കുളത്തിലെ വെള്ളം, ഇതൊക്കെ ഇലക്ട്രിക് കണ്ടക്ടേഴ്സാണ്. കാരണം നമുക്ക് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ നാച്ചുറൽ സോഴ്സുകളിൽ നിന്നും ലഭിക്കില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിനകത്ത് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ റിമൂവ് ചെയ്തതാണ്. ഇമ്പ്യൂരിറ്റീസ് ഉള്ള വാട്ടർ കണ്ടക്ടറാണ്. എന്നാൽ ഒരു ഇമ്പ്യൂരിറ്റിയും ഇല്ലാത്ത വാട്ടർ ബാഡ് കണ്ടക്ടറാണ്, പ്യുവർ ഇൻസുലേറ്ററാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ഇസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, റാദർ എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാം. വെൽ, അപ്പോൾ ഈ വാട്ടറിനെ, ഈ പ്യുവർ വാട്ടറിനെ നമുക്ക് എങ്ങനെ കണ്ടക്റ്റിംഗ് ആക്കാം? യെസ്, അതിൽ അയോൺസ് വരണം. അയോൺസ് വന്നാലേ കണ്ടക്റ്റിംഗ് നടക്കുകയുള്ളൂ. അയോൺസ് വരാനായി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വാട്ടറിനകത്തേക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് Na+ അയോൺസും Cl- അയോൺസും, ക്ലോറിൻ്റെ മൈനസ് അയോൺസും സോഡിയത്തിൻ്റെ പ്ലസ് അയോൺസുമായിട്ട് ഉപ്പ് വേർതിരിഞ്ഞ് നിൽക്കും. ആ സോഡിയം ക്ലോറൈഡിൻ്റെ അയോൺസിന് അവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷന് സഹായിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സാധ്യമാകൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സോ ടു കണ്ടക്ട് വി റിക്വയർ അയോൺസ് ഇൻ എ ലിക്വിഡ്. വെൽ, ഗ്യാസുകൾ കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഗ്യാസുകൾ കണ്ടക്ട് ചെയ്യില്ല അറ്റ് ഓർഡിനറി പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. സാധാരണ പ്രഷറിലും ടെമ്പറേച്ചറിലും ഗ്യാസുകൾ കണ്ടക്ട് ചെയ്യില്ല. പിന്നെ കണ്ടക്ട് ചെയ്യാം സാധാരണ പ്രഷറിലും ടെമ്പറേച്ചറിലും. നിങ്ങൾ ഇടിമിന്നലേറ്റ് ആൾക്കാർക്ക് മരണം സംഭവിച്ചതൊക്കെ ആയിട്ട് കേട്ട് കാണും, പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, ടി വിയിലൊക്കെ കേട്ട് കാണും. ഇത് ഹൈ പൊട്ടൻഷ്യൽ, ഹൈ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കണ്ടക്ടറായിട്ട് മാറും. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് വോൾട്ടേജ്, കിലോ വോൾട്ടേജ്, മെഗാ വോൾട്ട് റേഞ്ചിലൊക്കെ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കണ്ടക്റ്റിംഗ് ആവും. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഈ പവർ ഹൗസിൽ നിന്ന് ഒക്കെ ലൈൻ വരുന്ന വലിയ ടവറുകൾ, 66 കിലോ വോൾട്ടാണ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. 66 കിലോ വോൾട്ട് AC കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അത് ഒരിക്കലും ജനങ്ങൾ താമസിക്കുന്ന മേഖലയിൽ കൂടി ആയിരിക്കില്ല ആ ടവറുകൾ പോകുന്നത്. കണ്ടു കാണുമല്ലോ. അതിൻ്റെ കാരണം അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് ഡേഞ്ചറസ് വോൾട്ടേജാണ്. ആ ലൈനിൻ്റെയൊക്കെ ഏകദേശം ഒരു 5 അടി 6 അടി ഹൈറ്റിൽ നമ്മൾ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറും കണ്ടക്ടറായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഇടിമിന്നലൊക്കെ ഏൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. കാരണം ഇടിമിന്നലിൽ കൂടെ പ്രവഹിക്കുന്ന ഇടിമിന്നലിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1-2 വോൾട്ടേജ് അല്ല, ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് കിലോ വോൾട്ട്, മെഗാ വോൾട്ട്, ആ റേഞ്ചിൽ വരുന്ന ലക്ഷക്കണക്കിന് വോൾട്ടേജാണ് ഇടിമിന്നൽ സമയത്തൊക്കെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിന്നലേറ്റ് മരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഓർഡിനറി ടെമ്പറേച്ചറും ഗ്യാസുകൾക്ക് കണ്ടക്ട് ചെയ്യാം, ഓർഡിനറി പ്രഷറിലും ഗ്യാസുകൾ കണ്ടക്ട് ചെയ്യാം. ഇഫ് ദ പൊട്ടൻഷ്യൽ ഈസ് കമ്പാരിറ്റീവ്ലി വെരി വെരി ഹൈ, വളരെ ഹൈ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസുകൾ കണ്ടക്ടേഴ്സായിട്ട് മാറും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സോളിഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്. ലിക്വിഡ് കണ്ടക്ടേഴ്സ് ആക്കണമെങ്കിൽ അതിൽ അയോൺസ് വേണം. ഗ്യാസുകൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ കറണ്ട്, ഹൈ പൊട്ടൻഷ്യൽ ഇലക്ട്രിസിറ്റി, ഹൈ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഗ്യാസുകളും കണ്ടക്ടറായിട്ട് മാറുന്നതായി നമുക്ക് കാണാം. ഓക്കെ, യെസ്. വെൽ, നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് നോക്കിയാൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ അയോൺസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് ഫ്രീ ഫ്രം എനി സോൾട്ട്സ്. അതിനകത്ത് ഒരു ഡിസോൾവ്ഡ് സോൾട്ടുകളും ഇല്ല. ഈ ഡിസോൾവ്ഡ് സോൾട്ടുകളെ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഒരു തരത്തിലുള്ള ഡിസോൾവ്ഡ് സോൾട്ടുകളും ഇല്ലാത്തത് കൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് എ പുവർ കണ്ടക്ടർ, റാദർ എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, യെസ്. കോമൺ സോൾട്ട്, അതായത് ഉപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ
വെള്ളത്തിനെ കണ്ടക്ടറാക്കി ഉപ്പ് മാറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വെള്ളത്തിലേക്ക് ഇടുമ്പം അത് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയം അയോൺസും ക്ലോറിൻ അയോൺസുമായിട്ട് മാറും. അവിടെ ആ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അയോൺസ് ഇലക്ട്രിക്കൽ കണ്ടക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ടു മേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഡിസ്റ്റിൽഡ് വാട്ടറിനെ എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറായിട്ട് മാറ്റാം? ഡിസ്റ്റിൽഡ് വാട്ടർ, നോർമലി ഡിസ്റ്റിൽഡ് വാട്ടർ, പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ is a bad conductor, poor conductor of electricity. But if you add sodium chloride or any kind of salt to that, then it will become a conductor of electricity. Salt എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ സബ്സ്റ്റൻസുകളായിരിക്കണം. ആസിഡിക്കും ആൽക്കലൈനും അല്ലാത്ത ഹൈഡ്രോ കാർബൺസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടക്ടറായി മാറണമെന്നില്ല. സി ഫോർ എക്സാമ്പിൾ, വാട്ടറിനകത്ത് ഷുഗർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഷുഗർ എന്ന് പറയുന്നത് ഒരു സോൾട്ട് അല്ല, ഒരു ആസിഡിക് അല്ല, ആൽക്കലൈൻ അല്ല, അത് ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ആ ഹൈഡ്രോ കാർബൺ ആഡ് ചെയ്തുകൊണ്ട് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടക്ടറാക്കി മാറ്റാൻ പറ്റില്ല. കാരണം ഷുഗർ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് ഹൈഡ്രോ കാർബൺസ് ആഡ് ചെയ്ത് നമുക്ക് കണ്ടക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ വസ്തുക്കൾ വേണം നമ്മൾ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സോൾട്ടുകളായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. സോഡിയം ക്ലോറൈഡ് പോലുള്ള സോൾട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടറാക്കി മാറ്റാൻ കഴിയും. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നാച്ചുറലായി ഒക്കർ ചെയ്യുന്ന ചില ആസിഡുകളുണ്ട്. നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന ആസിഡുകൾ എന്ന് പറയുന്നത് പാലിൽ കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ്, യെസ്, നമ്മുടെ നാരങ്ങയിൽ കാണപ്പെടുന്ന സിട്രിക് ആസിഡ്, വിനിഗർ, അതും വിനിഗർ എന്ന് പറയുന്നത് പ്യുവർ വിനിഗർ എന്ന് പറയുന്നത് നമ്മൾ സിന്തറ്റിക് വിനിഗർ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നതാണ്. പ്യുവർ വിനിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കള്ള് കുറേ ദിവസങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡും ഒരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ആസിഡ്സ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ ആസിഡുകളും ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സായിട്ട് മാറാനുള്ള കഴിവ് ഉണ്ട്. അപ്പം വാട്ടറിനകത്ത്, ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് സോൾട്ടുകൾ ആഡ് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിലുള്ള ആസിഡ് ആഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് പ്യുവറസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടറിനെയും എന്താക്കി മാറ്റാൻ കഴിയും? കണ്ടക്ടറാക്കി മാറ്റാൻ കഴിയും. ഓൾ റൈറ്റ്, യെസ്. അപ്പോൾ ഈ സിട്രിക് ആസിഡിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കാൻ നമുക്കൊരു ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 4-5 നാരങ്ങ ഇങ്ങനെ എടുക്കുക, 4 or 5 ലെമൺ, യെസ്. അതായത് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാവുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. കാരണം ഇത് ഒരു ഡേഞ്ചറസ് എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല, വളരെ സിമ്പിളായി നമുക്ക് ചെയ്തു നോക്കാവുന്നൊരു എക്സ്പെരിമെൻ്റ്. ഇതാ ഒരു 4-5 ലെമൺ, നാരങ്ങ നമ്മളിങ്ങനെ എടുക്കുക. ഇതാ ഇവിടെ ഞാനൊരു 4 ലെമൺ എടുത്തിട്ടുണ്ട്. ഇപ്പം ലെമണിന് നമുക്കൊരു യെല്ലോ കളറും കൂടി കൊടുക്കാം, ഒരു യെല്ലോയിഷ് കളർ ഇരുന്നോട്ടെ ലെമണിന്. സോ ദാറ്റ് ഇസ് എ ലെമൺ. ഇതാ 4 നാരങ്ങ എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് സിങ്ക്, കോപ്പർ. നമുക്കിത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും സ്ട്രിപ്സ്, ചെറിയ സ്ട്രിപ്പുകൾ കുറച്ചെണ്ണം വേണം. കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്, ഒരു LED ബൾബ്, LED ലൈറ്റ്. ഓക്കെ, LED കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. LEDയുടെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഒരു LED ലൈറ്റ് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി നമുക്കിവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ 4 നാരങ്ങകൾ ഒരു ഇലക്ട്രിക്കൽ സെല്ലായി മാറുന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വെൽ, ഞാൻ കുറച്ച് ഒരു LED ബൾബ്, എനിക്ക് ഒരു കുറച്ച് കോപ്പർ സിങ്ക് സ്ട്രിപ്സും വേണം. കോപ്പർ സ്ട്രിപ്പുകളെ ഞാൻ റെഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഈ കാണുന്നത് കോപ്പർ സ്ട്രിപ്പുകളാണ്. ഞാൻ ഈ കോപ്പർ സ്ട്രിപ്പ് ഈ നാരങ്ങയുടെ അകത്തേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കണം. നാരങ്ങയുടെ അകത്തേക്ക് അതിൻ്റെ തൊലിയുടെ അകത്തുകൂടി മുറിച്ച് നാരങ്ങയുടെ അകത്തുള്ള ജ്യൂസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോപ്പർ സ്ട്രിപ്പുകൾ ഇറക്കി വയ്ക്കുക. ഞാൻ ഈ റെഡിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് കോപ്പർ സ്ട്രിപ്പുകളാണ്. ഇനി നമുക്ക് വേണ്ടത് സിങ്ക് സ്ട്രിപ്പുകളാണ്. സിങ്ക് സ്ട്രിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഷോപ്പുകളിലുണ്ട്, ലബോറട്ടറി സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ ലഭിക്കും.
അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഡ്രൈ സെല്ലിൻ്റെ ആ പുറത്തുള്ളൊരു കവറിങ് ഉണ്ട്, അത് സിങ്ക് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡ്രൈ സെല്ല്, വീട്ടിൽ പഴയ ഡ്രൈ സെല്ല്, അതായത് നമ്മുടെ ക്ലോക്കിനകത്തൊക്കെ ഇടുന്ന ബാറ്ററി, ചെറിയ സെല്ലില്ലേ, ബാറ്ററി എന്ന് പറയുന്നത് ശരിയല്ല, സെല്ലെന്ന് വേണം പറയാൻ. കാരണം ഒന്നാണെങ്കിൽ സെല്ലെന്നും കളക്ഷൻ ആണെങ്കിൽ ബാറ്ററി എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ബാറ്ററി അല്ല, ഇവിടെ ഇടുന്ന ആ ഡ്രൈ സെല്ല്, ആ ഡ്രൈ സെല്ലിൻ്റെ ആ പുറത്തെ കവറിങ്, അതിനകത്ത് കെമിക്കൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പുറം ചട്ട എന്ന് പറയുന്നത് സിങ്ക് കൊണ്ടുണ്ടാക്കിയതാണ്. സിങ്കിന് ഞാനിവിടെ ബ്ലൂ കളർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഈ കാണുന്നത് സിങ്ക് സ്ട്രിപ്സുകളാണ്. ആ സിങ്ക് സ്ട്രിപ്പുകളും ഇതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ആ നാരങ്ങയുടെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം. ഓക്കെ, യെസ്. അപ്പോൾ കോപ്പർ സ്ട്രിപ്പ് വെച്ചു, സിങ്ക് സ്ട്രിപ്പുകളും നാരങ്ങയുടെ അകത്ത്, തൊലിയുടെ മുകളിലല്ല, തൊലിയുടെ മുകളിൽ നിന്ന് അകത്തേക്ക് ആ ജ്യൂസി പാർട്ടിനകത്തേക്ക്, അതിനകത്തുള്ള സിട്രിക് ആസിഡ് ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലണം എന്നോർക്കണം. അപ്പോൾ സിട്രിക് ആസിഡിൽ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കുത്തിവെച്ചു. അപ്പോൾ റിമെമ്പർ, ഇവിടെ കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഈ കാണുന്നത് കോപ്പറാണ്, റെഡ് ഫോർ കോപ്പർ, ആൻഡ് ദിസ് വിൽ ബി സിങ്ക്. അപ്പോൾ ഇവിടെ കോപ്പർ, ഇത് സിങ്ക്, ഇത് ഓക്കെ, ഇത് കോപ്പർ, ഇത് സിങ്ക്. ഇവിടെയും ഇത് കോപ്പറാണ്, ഇത് സിങ്ക് ആണ്. ഓക്കെ, യെസ്. സോ ഹാഫ് ഓഫ് അവർ വർക്ക് ഇസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കണക്ഷൻ വയേഴ്സാണ്. കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറുകൾ വേണം. കണക്ഷൻ വയേഴ്സ് യൂസ് ചെയ്ത് ഈ സിങ്ക് സ്ട്രിപ്പും കോപ്പർ സ്ട്രിപ്പും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുക. വീണ്ടും ഈ സിങ്ക് സ്ട്രിപ്പിനെയും കോപ്പർ സ്ട്രിപ്പിനെയും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഈ സിങ്ക് സ്ട്രിപ്പും കോപ്പർ സ്ട്രിപ്പും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു കോപ്പർ സ്ട്രിപ്പും അങ്ങേ അറ്റത്ത് ഒരു സിങ്ക് സ്ട്രിപ്പും ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. ഈ രണ്ട് കോപ്പർ സ്ട്രിപ്പും സിങ്ക് സ്ട്രിപ്പും കൂടി നമ്മളൊരു LED ബൾബിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ LED ബൾബ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ദി LED ബൾബ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ദിസ് LED ബൾബ് വിൽ ഗ്ലോ. ഈ LED ബൾബ് ഇങ്ങനെ കത്തുന്നതായി കാണാം. ഇറ്റ് വിൽ ഗ്ലോ. അപ്പോൾ നമ്മളിവിടെ ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ 4 നാരങ്ങകൾ ഒരു സെല്ലിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളെ ഷോക്കടിച്ച് കൊല്ലാൻ പറ്റുന്ന വോൾട്ടേജ് ഒന്നും ഉണ്ടാവത്തില്ല. ഡേഞ്ചറസ് വോൾട്ടേജസ് ആർ നോട്ട് പ്രൊഡ്യൂസ്. വെരി വെരി സ്മോൾ, വളരെ ചെറിയൊരു വോൾട്ടേജാണ് ഉണ്ടാക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു LED ബൾബ് കത്തിക്കാൻ പാകത്തിനുള്ള വോൾട്ടേജ് മാത്രമേ നമുക്കവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഐ ഹോപ്പ് ഓൾ മൈ സ്റ്റുഡൻസ് വിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് അറ്റ് ഹോം and give me positive results. Okay, fine. So that is a very simple experiment to show the chemical effect produced by electric current. അപ്പോൾ ഇവിടെ ഈ നാരങ്ങയുടെ അകത്തുള്ള സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് അവിടെ ആ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ കാരണമാകുന്നത് വഴി കുറേ ഒത്തിരി നാരങ്ങ വെച്ചാൽ ഒത്തിരി കൂടിയ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലായി? ഒരു LED പകരം 2 or 3 LED കത്തിക്കാൻ പറ്റുന്ന ഒരു 100 നാരങ്ങ മേടിച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ കുറച്ചുകൂടി 3 or 4 LED കത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഡിവൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലെമൺ കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാകുന്ന വോൾട്ടേജിന് കുറച്ചുകൂടി ഒരു ഹയർ വോൾട്ടേജ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായൊരു എക്സ്പെരിമെൻ്റ് ആണ്. കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വെരി വെരി സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഈ ലെമൺ സിങ്ക് കോപ്പർ സ്ട്രിപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പല സയൻസ് എക്സിബിഷനിലൊക്കെ കാണിക്കാറുണ്ട്. ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ വെച്ച് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്താൽ ഇതുപോലത്തെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഉരുളൻകിഴങ്ങിനകത്തുള്ള ഉരുളൻകിഴങ്ങ് ഡ്രൈ ആയിട്ടുള്ളൊരു സാധനമല്ലല്ലോ, അതിനകത്ത് കുറച്ച് ലിക്വിഡ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡ് എന്ന് പറയുന്നതിന് അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ അവിടെയും നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഓക്കെ, യെസ്. നൗ ഒരു ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസുകൾ നമ്മളിവിടെ എടുക്കുകയാണ്. ഈ സബ്സ്റ്റൻസുകളിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഏത്, പുവർ കണ്ടക്ടേഴ്സ് ഏത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗുഡ് ആൻഡ് പുവർ കണ്ടക്ടിങ് ലിക്വിഡുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നോട്ട് സോളിഡ്സ്. ഇൻ ഫാക്ട് വി ഹാവ് എ ലിസ്റ്റ് ഓഫ് liquids we have. Let us check out which of them are good conductors, which are poor conductors or bad conductors. See, first number 1 on the list നമ്മുടെ ബുക്കിൽ കിടക്കുന്ന ഒരു ചാർട്ടാണത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം
അവിടെ നമ്പർ 1 ഇസ് ലെമൺ ജ്യൂസ്. ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടു, ലെമൺ ജ്യൂസ് ഇസ് എ വണ്ടർഫുൾ കണ്ടക്ടർ, ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ, സംശയമില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. നൗ വിനിഗർ, ഐ ടോൾഡ് യു വിനിഗർ കണ്ടെയ്ൻസ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഏത് ആസിഡും കണ്ടക്ടറാണ്, കാരണം ആസിഡിനകത്ത് അയോൺസ് ആണ്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എടുത്തു, സൾഫ്യൂരിക് ആസിഡിനകത്ത് നമുക്ക് ഹൈഡ്രജൻ അയോൺസും ഉണ്ട്, സൾഫേറ്റിൻ്റെ അയോൺസും ഉണ്ട്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസും ഉണ്ട്, ക്ലോറിൻ അയോൺസും ഉണ്ട്. അപ്പോൾ ഏതൊരു ആസിഡ് എടുത്തു കഴിഞ്ഞാലും, നൈട്രിക് ആസിഡ് എടുത്തു, ഹൈഡ്രജൻ അയോൺസും ഉണ്ട്, NO3 അയോൺസും ഉണ്ട്. HNO3 ആണല്ലോ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ അയോൺസും ഉണ്ട്, നൈട്രേറ്റ് അയോൺസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെയും നോക്കാൻ കഴിയും. ഏതൊരു ആസിഡ് എടുത്താലും അത് കണ്ടക്ടേഴ്സാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് ഓർക്കുക. ഇവിടെ വിനിഗർ എന്ന് പറയുന്നത്, വിനിഗറിനകത്തുള്ള ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. എനി ആസിഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ, അസറ്റിക് ആസിഡും ഗുഡ് കണ്ടക്ടർ ആണെന്ന് ഓർക്കണം. അടുത്തത് അവർ പറയുന്നത് ടാപ്പ് വാട്ടർ. ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് വാട്ടറാണ്. ടാപ്പ് വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല. ടാപ്പ് വാട്ടറിനകത്ത് നമ്മൾ അറിയാതെ തന്നെ കുറേ ഡിസോൾവ്ഡ് മിനറൽസ്, ഡിസോൾവ്ഡ് സോൾട്ടുകളുണ്ട്. ടാപ്പ് വാട്ടർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഓർക്കുക. യെസ്. അടുത്തത് വെജിറ്റബിൾ ഓയിൽ. യെസ്, വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈഡ്രോ കാർബൺ. ഐ ടോൾഡ് യു, വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് പുവർ കണ്ടക്ടറാണ്, ബാഡ് കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഓയിൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പെട്രോൾ, കെറോസിൻ ഇതൊന്നും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളല്ല. ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, നൗ മിൽക്ക്. യെസ്, മിൽക്കിൻ്റെ കാര്യത്തിൽ മിൽക്ക് ഇസ് എ ഗുഡ് കണ്ടക്ടർ. എന്താ കാര്യം? മിൽക്ക് എന്ന് പറയുന്നതിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. മിൽക്കിനേക്കാൾ കൂടുതൽ അത് തൈരിലാണുള്ളത്. പാല് പൊടിച്ചാണല്ലോ തൈരാകുന്നത്. പാലിനകത്ത് ഒരു ബാക്ടീരിയ ആക്ട് ചെയ്ത് അതിനെ തൈരാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ പാലിൽ, മിൽക്കിനകത്ത് മിൽക്കിലുള്ളതിനേക്കാൾ കൂടുതൽ ലാക്റ്റിക് ആസിഡ് ഏതിലുണ്ട്? തൈരിലുണ്ട്. അതുകൊണ്ട് മിൽക്കിനേക്കാൾ കുറച്ചുകൂടി നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് കേർഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. വെൽ, ഹണി, ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ. ഹണി എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഇല്ലേ? അതിൽ അയോൺസ് ഇല്ല. അതുകൊണ്ട് ഹണി ഇസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹണി എന്ന് പറയുന്നത് ഷുഗറിൻ്റെതാണ്, അപ്പോൾ ഹൈഡ്രോ കാർബൺസ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഹണി ഇസ് എ ബാഡ് കണ്ടക്ടർ, റാദർ എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാം. ഇവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ, മൈ ഗാഡ്, ഇറ്റ് ഇസ് എ പുവർ കണ്ടക്ടർ. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് എല്ലാ സോൾട്ടുകളും എല്ലാ മിനറൽസുകളും റിമൂവ് ചെയ്ത വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. പ്യുവറസ്റ്റ് ഫോം ഓഫ് വാട്ടറാണ്. പ്യുവർ വാട്ടർ ഇസ് എ ബാഡ് കണ്ടക്ടർ, എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ നമുക്കുള്ളത് കെറസിൻ ഓയിൽ, ഇറ്റ്സ് എ ഹൈഡ്രോ കാർബൺ. കെറസിൻ ഓയിൽ എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് കെറസിൻ ഓയിൽ. മണ്ണെണ്ണ എന്ന് പറയുന്നത്, മണ്ണെണ്ണ, മണ്ണിൽ നിന്നും കിട്ടുന്ന എണ്ണ എന്ന രൂപത്തിലാണ് നമ്മൾ മണ്ണെണ്ണ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ കെറസിൻ ഓയിലിനകത്തുള്ളത് അയോൺസ് അല്ല, ആസിഡ് മോളിക്യൂൾസ് അല്ല. അതുകൊണ്ട് തന്നെ കെറസിൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്, പുവർ കണ്ടക്ടറാണ്, ബാഡ് കണ്ടക്ടറാണെന്ന് ഓർക്കണം. കേർഡ് ആൻഡ് വാട്ടർ. കേർഡ്, തൈരും വെള്ളവും കൂടെ ചേർന്ന് നമ്മൾ പറയുന്ന മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം എന്നൊക്കെ പറയുന്ന സാധനം, ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ. കാരണം അവിടെ ലാക്റ്റിക് ആസിഡ് അധികം അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് അവിടെ കൂടുതലാണ്, അതുകൊണ്ടാണ്. വെൽ, നമ്മൾ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കാണുന്നത് എവിടെ, എങ്ങനെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആസിഡിനകത്തേക്ക്, ആസിഡ് അടങ്ങിയ വെള്ളത്തിനകത്തേക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു. അസിഡിലേറ്റഡ് വാട്ടർ എന്ന് നമുക്ക് പറയാം. യെസ്, അസിഡിലേറ്റഡ് വാട്ടറിനകത്തേക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ വെറുതെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അങ്ങനെ DC, AC എന്ന് നമ്മൾ കറണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഒരു സെല്ലിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് പുറത്തു വരുന്ന കറണ്ട് നമുക്ക് DC അഥവാ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. എന്നാൽ ഒരു ഡൈനമോ കോയിൽ കറങ്ങി ഉണ്ടാകുന്ന കറണ്ട്, അത് AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് നമ്മൾ പറയും.
അപ്പോൾ എ സി കറണ്ടാണ് നമ്മൾ ഇടുക്കിയിലും മൂലമറ്റത്തുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ എനർജി, പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്ത് നമ്മളൊരു ഡൈനാമോ കറക്കി ആ ഡൈനാമോ കറങ്ങി ഉണ്ടാകുന്ന കറണ്ടാണ് നമ്മൾ എ സി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു സെല്ല് നമ്മുടെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഇൻവേർട്ടറിനകത്തിരിക്കുന്ന സെല്ലാണത്. ബാറ്ററി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ അധികം സെല്ലുകളുടെ കണക്ഷനാണ് ബാറ്ററി. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിൽ നിന്നും നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്, ഒരു സെല്ല് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി എന്ന് വിളിക്കുന്നു. എന്നാൽ ഡൈനമോ കറങ്ങി ഉണ്ടാകുന്ന കറണ്ടിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ആസിഡിലേറ്റഡ് വാട്ടർ, ആസിഡിഫൈഡ് വാട്ടറിനകത്തേക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു. അങ്ങനെ ആസിഡിലേറ്റഡ് വാട്ടറിനകത്തേക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാട്ടറിനെ അതിൻ്റെ കമ്പോണൻറ്റുകളായ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാൻ കഴിയുന്നു. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് വാട്ടറിന് മേലിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ ഇഫക്റ്റ് എന്ന് പറയാം. സോ ദി കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ വാട്ടർ is splitting the water into its components hydrogen and oxygen. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ കഴിയുന്നു ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ മുകളിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന കെമിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്പ്ലിറ്റിംഗ് ദ വാട്ടർ, സ്പ്ലിറ്റിംഗ് വാട്ടർ ഇൻറ്റു ഇറ്റ്സ് കമ്പോണൻറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. യു നോ, 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റം ചേരുന്നതാണ് വാട്ടർ. ഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റം. ദാറ്റ്സ് വൈ വാട്ടർ ഇസ് കോൾഡ് ആസ് H2O. അപ്പോൾ ഹൈഡ്രജനായും ഓക്സിജനായും വാട്ടറിനെ വേർതിരിക്കുന്നത് കറണ്ടിന് വാട്ടറിന് മുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കെമിക്കൽ ഇഫക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. നൗ നമുക്ക് ഇവിടെ കെമിക്കൽ എഫക്റ്റുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രധാനമായും 3 E നമ്മൾ അറിഞ്ഞിരിക്കണം. 1 ഇലക്ട്രോലൈറ്റ്, 2 ഇലക്ട്രോഡ്സ്, 3 ഇലക്ട്രോളിസിസ്. ഐ റിപ്പീറ്റ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്സ്, ഇലക്ട്രോളിസിസ് എന്നീ 3 ഇകൾ, E 3 E നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തേത് ഇലക്ട്രോലൈറ്റ്. നമ്മൾ കറണ്ട് കടത്തിവിടാൻ ഉദ്ദേശിക്കുന്ന ആ സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക. സോ 3 ഇകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഐ ടോക്ട് അബൌട്ട് 3 E's: ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്സ്, ആൻഡ് ഇലക്ട്രോളിസിസ്. ഇങ്ങനെ 3 E ഫോർ ഇലക്ട്രോലൈറ്റ്, E ഫോർ ഇലക്ട്രോഡ്സ്, ആൻഡ് അഗെയിൻ ദ ലാസ്റ്റ് E ഫോർ ഇലക്ട്രോളിസിസ്. യെസ്, ഇലക്ട്രോലൈറ്റ് നമ്മൾ കെമിക്കൽ എഫക്റ്റ് സാധ്യമാക്കുന്ന ആ സൊല്യൂഷൻ, അത് അസിഡിക് ആവാം, ആൽക്കലൈൻ ആവാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഇൻ വിച്ച് എ സൊല്യൂഷൻ ഓർ എ കോമ്പൗണ്ട്, എ കെമിക്കൽ കോമ്പൗണ്ട് കണ്ടക്ട്സ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ് ഇസ് കോൾഡ് ഇലക്ട്രോളിസിസ്. യെസ്. സോ ഒരു സൊല്യൂഷനകത്തുകൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അതിനകത്ത് ഒരു കെമിക്കൽ ചേഞ്ച് വരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ. ഏത് സൊല്യൂഷനാണോ നമ്മൾ ഇലക്ട്രോളിസിന് വിധേയമാക്കുന്നത് അതിൻ്റെ പേരാണ് ഇലക്ട്രോലൈറ്റ്. ക്ലിയർ ആണല്ലോ? പ്രോസസ് ഓഫ് മേക്കിംഗ് എ കെമിക്കൽ ചേഞ്ച് ഇൻ എ സൊല്യൂഷൻ ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് കോൾഡ് ഇലക്ട്രോളിസിസ്. ഇനി ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോഡ്സ് ആർ ദി വയേഴ്സ് ഓർ ദ സ്ട്രക്ചേഴ്സ് വിച്ച് കണ്ടക്ട് കറണ്ട് ത്രൂ ദിസ്. അപ്പോൾ ഒരു സൊല്യൂഷനകത്തേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ കണ്ടക്റ്റിംഗ് വയേഴ്സ്
അല്ലെങ്കിൽ മെറ്റൽ വയേഴ്സ് അഥവാ പ്ലേറ്റുകളാവാം, മെറ്റൽ പ്ലേറ്റ്സ് ഓർ മെറ്റൽ വയേഴ്സ്, ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുന്നത് അവരെയാണ്. So the devices are the structures which are used to pass electricity through an electrolyte. ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് ഇലക്ട്രോളിസിസ്, ഞാൻ ഈ 3 വേർഡ്സും കൂടി കമ്പൈൻ ചെയ്യുകയാണ് ഇപ്പോൾ. ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് ഇലക്ട്രോളിസിസ് നടത്തുവാൻ വേണ്ടി കറണ്ട് കടത്തിവിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ മെറ്റൽ സ്ട്രിപ്പുകളാവാം, മെറ്റൽ വയേഴ്സ് ആവാം, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. So electrodes are the metal parts or the metal structures, metal plates which are used to conduct electricity to or through an electrolyte. ഒരു ഇലക്ട്രോലൈറ്റിനകത്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ അഥവാ ഇലക്ട്രോലൈറ്റിൽ ഇലക്ട്രോളിസിസ് നടപ്പിലാക്കാൻ മെറ്റൽ സ്ട്രിപ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? അതിനകത്തേക്ക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആ മെറ്റൽ പ്ലേറ്റുകളെ, മെറ്റൽ സ്ട്രിപ്പുകളെ, മെറ്റൽ വയറുകളെ നമുക്ക് വിളിക്കാം ഇലക്ട്രോഡ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നുകൂടി ബിഫോർ ഐ കൺക്ലൂഡ്, ഇലക്ട്രോലൈറ്റ് എന്താണ്? ദ സൊല്യൂഷൻ ത്രൂ വിച്ച് we are going to conduct electricity in order to make some chemical change in the solution. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആവാം, സെമി സോളിഡ് ആവാം. സെമി സോളിഡ് എന്ന് പറഞ്ഞാൽ കുഴമ്പ് രൂപത്തിലാവാം. ഇപ്പോൾ ഡ്രൈസലിനകത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സെമി സോളിഡ് ആണ്. അപ്പോൾ സെമി സോളിഡ് ആയിട്ടിരുന്നാലും അതിനകത്തുകൂടി ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടത്താം. പൂർണ്ണമായും ലിക്വിഡിൻ്റെ രൂപത്തിൽ ഫ്ലോ ചെയ്യുന്ന രീതിയിലാവണമെന്ന് നിർബന്ധമില്ല. സെമി സോളിഡ് ആയിട്ടിരുന്നാലും അതിന് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. ദറ്റ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് അയോൺസ്. അയോൺസിൻ്റെ രൂപത്തിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടപ്പിലാക്കുന്ന സബ്സ്റ്റൻസുകളെ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് ജനറലായിട്ട് വിളിക്കാം. ഓക്കെ, രണ്ടാമത് ഇലക്ട്രോഡ്സ്. Electrodes are the metal parts, the metal wires, the metal plates which are used to conduct electricity, to pass electricity into the electrolyte. ഇലക്ട്രോലൈറ്റിനകത്തേക്ക് കറണ്ട് കടത്തിവിടാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മെറ്റൽ വയറുകളെ, മെറ്റൽ പാർട്സിനെ നമുക്ക് ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി ഇലക്ട്രോളിസിസ്. Electrolysis is the process in which you pass electricity through an electrolyte. ഒരു ഇലക്ട്രോലൈറ്റിനകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് in order to bring about a chemical change. ഇലക്ട്രോലൈറ്റിൽ ഒരു കെമിക്കൽ ചേഞ്ച് വരുത്തുവാനായി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടുന്ന ആ പ്രോസസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുക. So electrolysis is the process in which electric current is passed into an electrolyte with the help of electrodes in order to bring about a chemical change in the electrolyte. ഇലക്ട്രോലൈറ്റിൽ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുവാൻ ഇലക്ട്രോഡ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്ന ആ പ്രക്രിയയുടെ പേരാണ് ഇലക്ട്രോളിസിസ്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി വെരി ക്ലിയർ. ഓക്കെ, യെസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇലക്ട്രോഡുകൾ ഒന്ന് ഡീറ്റെയിലായിട്ട് നോക്കാം. ഇലക്ട്രോഡ്സ് പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്. ഇൻറ്റു ആനോഡ് ആൻഡ് കാഥോഡ്. ഇലക്ട്രോഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്. യെസ്, നോക്കുക. അപ്പോൾ ഇലക്ട്രോഡുകളെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ആനോഡ് ആൻഡ് കാഥോഡ്. യെസ്, ആനോഡെന്നും കാഥോഡെന്നും രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇലക്ട്രോഡുകളെ. സോ ഇലക്ട്രോഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്. വെൽ, സി ദ ഇലക്ട്രോഡ് വിച്ച് is connected to the positive terminal of the battery. See, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോഡിനെ, അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നു. എന്നാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്നും വിളിക്കുന്നു.
അപ്പോൾ ഇലക്ട്രോഡുകൾ നമുക്കറിയാം, ഇലക്ട്രോഡ്സ് ആർ ദി മെറ്റൽ സ്ട്രിപ്സ്, മെറ്റൽ പ്ലേറ്റ്സ്, മെറ്റൽ വയേഴ്സ് which are used to conduct electricity, electric current into an electrolyte. ഒരു ഇലക്ട്രോലൈറ്റിനകത്തേക്ക് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുവാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മെറ്റൽ സ്ട്രിപ്പുകളെ, മെറ്റൽ വയറുകളെ, മെറ്റൽ റോഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. ആ ഇലക്ട്രോഡുകൾ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്, ആനോഡ് ആൻഡ് കാഥോഡ്. ഏത് ഇലക്ട്രോഡാണോ നമ്മൾ സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ആനോഡെന്നും, നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനെ കാഥോഡെന്നും വിളിക്കുന്നു. സോ ദ ടെർമിനൽ കണക്റ്റഡ്, ദ ഇലക്ട്രോഡ് വിച്ച് ഇസ് കണക്റ്റഡ് to the positive terminal of the cell or battery is called anode, and the cell terminal connected to the electrode which is connected to the negative terminal of the cell is called cathode. അപ്പോൾ ആനോഡ്, കാഥോഡ് എന്നീ രണ്ട് ഇലക്ട്രോഡുകളാണ് നമ്മൾ ഇലക്ട്രോളിസിന് ഉപയോഗപ്പെടുത്തുന്നത്. ഇലക്ട്രോളിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇലക്ട്രോളിസിസ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് electric current is passed into an electrolyte in order to bring about, in order to make a chemical process, a chemical change in the electrolyte. ഇലക്ട്രോലൈറ്റിൽ ഒരു കെമിക്കൽ ചേഞ്ച് വരുത്തുവാൻ, കെമിക്കൽ ചേഞ്ച് നടത്തുവാൻ വേണ്ടി ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആ പ്രോസസ്, ആ പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, യെസ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഈ ഇലക്ട്രോളിസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായ ഒരു പ്രോസസ്സാണ്. ഇലക്ട്രോളിസിൻ്റെ അതിൻ്റെ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചാൽ, electroplating is the process in which we deposit a layer of metal on some other substance. അതൊരു മെറ്റൽ സർഫസ് ആവാം, നോൺ മെറ്റൽ സർഫസ് ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ സർഫസിൻ്റെ മുകളിൽ ഒരു മെറ്റലിൻ്റെ ലെയറിനെ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ പ്രോസസ്സാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന രൂപത്തിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. സോ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ. Electroplating. Yes. So electroplating is the process of depositing a metal layer on another surface, which can be a metallic or non-metallic surface, with the help of electric current or with the help of electrolysis. ഇലക്ട്രോളിസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു മെറ്റലിനെ വേറൊരു സർഫസിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന പേരിൽ. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആനോഡും കാഥോഡും വേണം നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിൽ. അപ്പോൾ ഏത് സർഫസിലാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യേണ്ടത്? യെസ്, അത് മെറ്റൽ സർഫസ് ആവാം, നോൺ മെറ്റൽ സർഫസ് ആവാം. അപ്പോൾ ഇവിടെ ഏത് സർഫസിന് മുകളിലാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത്? ആ സർഫസിനെ നമ്മൾ കാഥോഡായിട്ട് എടുക്കണം. ഏത് മെറ്റലാണോ നമ്മൾ ആ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ പോണത് അതിന് നമ്മൾ ആനോഡായിട്ടും എടുക്കണം. ഇപ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ പറഞ്ഞു, ആനോഡും വേണം കാഥോഡും വേണം. ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിൽ ആനോഡും വേണം കാഥോഡും വേണം. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മളിവിടെ ആനോഡും വേണം കാഥോഡും വേണം. യെസ്. ദ മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ് നമ്മൾ ആനോഡായിട്ട് എടുക്കുക. Yes, the metal which is to be electroplated
ഏതിൻ്റെ മുകളിലാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത് അത് കാഥോഡായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആനോഡായിട്ട് എടുക്കേണ്ടത് എപ്പോഴും ഒരു മെറ്റൽ ബ്ലോക്ക് ആയിരിക്കണം. സപ്പോസ് ഞാൻ ഒരു സ്പൂണിൻ്റെ മുകളിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ പോകുന്ന സ്പൂണാണെങ്കിൽ ആ കോപ്പർ ബ്ലോക്ക് ഞാൻ ആനോഡായിട്ട് എടുക്കണം, നമ്മുടെ സ്പൂണ് കാഥോഡായിട്ടും എടുക്കണം. അപ്പോൾ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇഫക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആനോഡായിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഏത് സബ്സ്റ്റൻസ്, ഏത് മെറ്റലാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. സി ദ മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ്, ഏത് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യണം അത് ആനോഡായിട്ട് എടുക്കുക. മെറ്റൽ വിച്ച് ഇസ് ടു ബി ഇലക്ട്രോപ്ലേറ്റഡ്, ഏത് വസ്തു, മെറ്റൽ എന്ന് വേണമെന്നില്ല, ദ സ്റ്റഫ്, ദ സബ്സ്റ്റൻസ് ഓർ ദി ഓബ്ജക്റ്റ് വിച്ച് ഇസ് ടു ബി ഇലക്ട്രോപ്ലേറ്റഡ്, ഏത് ഓബ്ജക്റ്റിനെയാണോ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യേണ്ടത് അത് കാഥോഡായിട്ടും എടുക്കുക. അതാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ്. ഇനി നമ്മൾ ഏത് മെറ്റലാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ മെറ്റലിൻ്റെ ഒരു സൊല്യൂഷൻ, ഒരു സോളിബിൾ, വാട്ടർ സോളിബിൾ സൊല്യൂഷൻ വേണം. ഇപ്പം കോപ്പർ നമ്മൾ എടുക്കുന്നു, കോപ്പർ ഞാൻ സ്പൂണിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ പോണു. അപ്പോൾ കോപ്പർ ഞാനിവിടെ ആനോഡായിട്ട് എടുത്തു, കോപ്പർ ആനോഡായിട്ട് എടുത്തു. സോ കോപ്പർ ഇസ് മൈ ആനോഡ്. കാഥോഡായിട്ട് ഞാൻ എടുക്കുന്നത് സ്പൂൺ. ഈ സ്പൂണിന് മുകളിലേക്ക് എനിക്ക് കോപ്പർ പ്ലേറ്റ് ചെയ്യണം. അപ്പോൾ കോപ്പർ ബ്ലോക്കിന് ഞാൻ ആനോഡായിട്ട് എടുത്തു, സ്പൂണിന് കാഥോഡായിട്ടും എടുത്തു. ഇതിന് ശേഷം ഈ പ്ലേറ്റ് ചെയ്യാൻ പോണ വസ്തു ഏതാണോ, നമ്മളിവിടെ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് കോപ്പറാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. കോപ്പറിൻ്റെ ഒരു വാട്ടർ സോല്യുബിൾ സൊല്യൂഷൻ എനിക്ക് വേണം. പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ സൾഫേറ്റ് മാത്രമല്ല, നൈട്രേറ്റ് ഉണ്ടല്ലോ, കോപ്പർ നൈട്രേറ്റ് ഉണ്ട്, നൈട്രസ് സൊല്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് കോപ്പർ സൾഫേറ്റ് തന്നെ ഉപയോഗിക്കുന്നു എന്നൊരു തോന്നൽ വരാം. നൈട്രേറ്റുകളുടെ റിയാക്ഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം സാധാരണയെക്കാളും വളരെ ഫാസ്റ്റായി, വളരെ സ്പീഡിൽ ആ ഇലക്ട്രോപ്ലേറ്റിംഗ് അങ്ങോട്ട് നടക്കും. നമുക്കൊരു യൂണിഫോം ലെയർ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അത് വരാൻ പാടില്ല. നമുക്കൊരു യൂണിഫോം ലെയർ വളരെ കൃത്യമായി, വളരെ സ്മൂത്തായി കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സൾഫേറ്റുകൾ ഉപയോഗിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത്, നോട്ട് നൈട്രേറ്റ്സ്. നൈട്രേറ്റ്സിൻ്റെ റിയാക്ഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതാണ് അവിടുത്തെ റീസൺ. ഓക്കെ, നമുക്ക് ആനോഡും കാഥോഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഒന്ന് നോക്കാം. ഇലക്ട്രോപ്ലേറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ് us see the major differences between anode and cathode. See, anode എന്ന് പറയുന്നതും കാഥോഡ് എന്ന് പറയുന്നതും രണ്ട് ടെർമിനൽസ് അല്ലെങ്കിൽ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ, രണ്ട് മെറ്റൽ റോഡുകൾ നമുക്ക് വേണം. എന്നാലേ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് പോലുള്ള ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്, ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചസ്, കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇതൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് ആനോഡും വേണം, കാഥോഡും വേണം. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആനോഡ് ഇസ് ദ ടെർമിനൽ which is connected to the positive terminal of the cell. The rod which is connected to the positive terminal of the battery or cell is called anode. That rod or plate or wire which is connected to the negative terminal of the cell is called cathode. Simple terms. എന്നാൽ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയാൽ എന്താണ് ആനോഡും കാഥോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് കാണാം. സി, ആനോഡ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. ദാ ഇവിടെ ഓൺ മൈ ലെഫ്റ്റ് ഐ ഹാവ് ആനോഡ്, ഓൺ ദ റൈറ്റ് ഐ ഹാവ് കാഥോഡ്. സി, ഇലക്ട്രിസിറ്റി മൂവ്സ് ഇൻ ടു ദി ഇലക്ട്രോലൈറ്റ് ത്രൂ ദി ആനോഡ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആനോഡ് വഴിയായിരിക്കും ഇലക്ട്രോലൈറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നത്. Electricity moves into the electrolyte through the anode, and here electricity flows out of the electrolyte from the cathode. കാഥോഡ് വഴിയായിരിക്കും ഇലക്ട്രോലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇലക്ട്രിസിറ്റി ഒഴുകി പോകുന്നത് കാഥോഡ് വഴിയാണ്. സോ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഇൻ ടു ദ ഇലക്ട്രോലൈറ്റ് വയ ആനോഡ്, ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഔട്ട് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് വയ കാഥോഡ്. അപ്പോൾ അതാണ് ആനോഡും കാഥോഡും തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ്.
രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആനോഡ് ഇസ് യൂഷ്വലി ദി പോസിറ്റീവ് സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആനോഡ് എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. എന്നാൽ കാഥോഡ് ഇസ് യൂഷ്വലി ദി നെഗറ്റീവ് സൈഡ്. കാഥോഡ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കാഥോഡ്. ഓക്കെ, സോ ആനോഡ് ഇസ് യൂഷ്വലി കണക്റ്റഡ് ടു ദി പോസിറ്റീവ് സൈഡ്, whereas cathode is connected to the negative side. Okay, coming to the next difference, anode acts as electron donor. Electron donate ചെയ്യുന്നത് anode ആണ്. And cathode നോക്ക് acts as electron acceptor. Electron ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധമായിട്ടിരിക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ഫൈനലി, ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി ആനോഡ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ ഓക്സിഡേഷനും റിഡക്ഷനും പഠിക്കുന്നതാണ്. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷനാണ് ആനോഡിൽ നടക്കുന്നത്. റിഡക്ഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി കാഥോഡ്. കാഥോഡിൽ നടക്കുന്നതാവട്ടെ റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസുകൾ നമ്മൾ ആനോഡും കാഥോഡും തമ്മിലുള്ള ഈ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ നമ്മൾ ഓർത്തിരിക്കുക. ആനോഡ് എപ്പോഴും പോസിറ്റീവ് ടെർമിനലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. കാഥോഡ് കണക്ട് ചെയ്യുന്നതാവട്ടെ സെല്ലിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. അപ്പോൾ ആനോഡും കാഥോഡും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കിനി ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ത് എന്നതിലേക്ക് പോകാം. ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് നമ്മൾ വേറെ രണ്ട് പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്. ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ എന്നും ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്നും ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേറെ രണ്ട് പേരുകൾ കൂടിയുണ്ട്. ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ ഓർ ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്നും കൂടി നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ വിളിക്കുന്നു. സോ ഇലക്ട്രോ പ്ലേറ്റിംഗ് is the chemical process in which a metal is deposited, a metal coating, a metal layer is deposited on the surface of another substrate. മറ്റേതെങ്കിലും ഒരു സർഫസിൻ്റെ മുകളിൽ, മറ്റേതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ മുകളിൽ ഒരു മെറ്റൽ കോട്ടിങ് കെമിക്കൽ പ്രോസസ്സ് വഴി, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ പ്രക്രിയ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ, ഇലക്ട്രോ ഡെപ്പോസിഷൻ തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ വി ഷൽ ടോക്ക് അബൌട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് നൗ.